ഇംഗ്ലണ്ടുമായിട്ടുള്ള മൂന്നാമത് T20യിലും നാണംകെട്ട് തോറ്റതോടു കൂടിയിട്ട് ഇനിയുള്ള 2 മത്സരങ്ങൾ വിജയിച്ച് പരമ്പര സമനില പിടിക്കാനാണ് ഇന്ത്യയുടെ പ്ലാൻ. ഇതിനിടയിൽ മലയാളി താരം സഞ്ജു സാംസണെ ടീമിൽ നിന്നും ഒഴിവാക്കിയതിനും ഇനി വരാനിരിക്കുന്ന സിംബാബ്വെ പര്യടനത്തിൽ നിന്നും ഒഴിവാക്കിയതിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മത്സരങ്ങളും വിജയിച്ച് പരമ്പര സമനില പിടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യർക്കും അതേപോലെ തന്നെ ഗൗതം ഗംഭീറിനൊക്കെ ഇത് വലിയ ക്ഷീണമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന 4ാമത് T20 മത്സരത്തിൽ ഇന്ത്യ ഇറക്കാനിരിക്കുന്ന ടീം എന്തായാലും ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് തന്നെ ആയിരിക്കും ഇറങ്ങാനായിട്ട് പോവുക. അതിനായിട്ട് എന്തായാലും ഓപ്പണിങ്ങിനായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ഓൾറെഡി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന വൈഭവ് സൂര്യവംശിയും അഭിഷേക് ശർമ്മയും കൂടിയിട്ട് തന്നെ ആയിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അഭിഷേക് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഓപ്പണിംഗ് പൊസിഷൻ അത്യാവശ്യം നല്ല കംഫർട്ടിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ 2 പേരും പരാജയപ്പെട്ടെങ്കിലും വൈഭവ് സൂര്യവംശിനെ സംബന്ധിച്ചിടത്തോളം 2 കളിയിലും അദ്ദേഹത്തിന് തുടക്കം നല്ല രീതിയിൽ തന്നെ തുടങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് മുതലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ തീർത്തും പറയേണ്ടതായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഇനിയുള്ള മത്സരങ്ങൾ എന്തായാലും വൈഭവ് സൂര്യവംശിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കാനുള്ള ചാൻസ് ഉള്ളത്. ഇനി 3ാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും. തിലക് വർമ്മയ്ക്ക് പകരമാണ് സഞ്ജു സാംസൺ ടീമിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല 3ാമത്തെ പൊസിഷനിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നുള്ളതിൽ രാജസ്ഥാനിൽ ഓൾറെഡി അദ്ദേഹം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ 2024 കളിച്ചുകൊണ്ടിരുന്ന പൊസിഷൻ കൂടിയാണ് അത്. 4ാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യർ തന്നെയായിരിക്കും. 5ാമത്തെ പൊസിഷനിലൊക്കെ ആയിട്ട് ഇഷാൻ കിഷാനായിട്ടായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. തിലക് വർമ്മ കളിക്കുന്ന പൊസിഷനാണ്. കുറേ നാളുകളായിട്ട് തിലക് വർമ്മ ഫോം ഔട്ടിൽ തുടരുന്ന സാഹചര്യത്തിൽ എന്തായാലും അദ്ദേഹത്തിന് 4ഉം 5ഉം മത്സരങ്ങളിൽ ഇറക്കാൻ ചാൻസ് ഇല്ല അദ്ദേഹത്തിന് എന്തായാലും മാറ്റി നിർത്താനാണ് സാധ്യത കൂടുതലും. അത് മാത്രമല്ല സഞ്ജു സാംസണെ ടീമിൽ നിന്ന് മാറ്റിയതിൽ വലിയ പ്രതിഷേധം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും തിലക് വർമ്മനെ ഈ ഒരു ഫോം ഔട്ടിൽ തുടർന്നും കളിപ്പിക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് ഉളവെടുത്തിട്ടുണ്ട് 6, 7, 8 പൊസിഷനുകളിലായിട്ട് ശിവൻ ദുബെയും അക്സർ പട്ടേലും ഹർഷിത് റാണയുമാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഓൾറൗണ്ടർമാരായിട്ടുള്ള ഇവരെ മാറ്റിയും മറിച്ചിട്ടും ഇറക്കാനാണ് സാധ്യത കൂടുതൽ. പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടായിരിക്കും അവരെ ഇറക്കാൻ സാധ്യതയുള്ളത്. പിന്നെ അങ്ങോട്ട് ബൗളിംഗ് സെക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് 9ാമത് പൊസിഷനിലായിട്ട് ഹർഷ്ദീപ് സിംഗും ബൗളറായിട്ടുള്ള വരുൺ ചക്രവർത്തിയും അതേപോലെ തന്നെ പ്രിൻസ് യാദവും ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. അതോടുകൂടിയിട്ട് തന്നെ പ്ലേയിങ് 11 അത്യാവശ്യം ഇപ്പോൾ ഉള്ളതിലെ സ്ക്വാഡിൽ നിന്നും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലേയിങ് 11 കൂടിയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയുള്ള 2 മത്സരങ്ങളിലും ഇതേ സ്ക്വാഡ് തന്നെ ആയിരിക്കും തോറ്റാലും ജയിച്ചാലും ഇന്ത്യ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത് എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു നീക്കം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസണെ ടീമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെ ആയിരിക്കും എന്തായാലും സഞ്ജു സാംസൺ ഫോം ആയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ഇനി 2 മത്സരങ്ങളും തുടരെ കളിപ്പിക്കാനുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിൽ എല്ലാവരും ഫോം ഔട്ടിൽ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അതും വേൾഡ് കപ്പ് വിന്നിങ് പേഴ്സൺ കൂടിയായിട്ടുള്ള സഞ്ജു സാംസണെ മാറ്റിയതിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു അതിനെല്ലാം മറുപടി എന്നത്തക്ക രീതിയിലായിരിക്കും ഇനിയുള്ള 2 മത്സരങ്ങളിലും അദ്ദേഹത്തിന് തുടരെ കളിപ്പിക്കാനായിട്ട് പോകുന്നത്.